ഹലോ, ശിവൻ സാറല്ലേ? ഞാൻ മനുവായിരുന്നു, ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പറയും മനു. ഞാൻ അഡ്മിറ്റ് കാർഡ് ഫില്ല് ചെയ്യാൻ നേരത്ത് 1-2 ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. ഓക്കെ മനു, നമുക്ക് അറിയാമല്ലോ 2 പേജാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പേജും രണ്ടാമത്തെ പേജും മതി, ഓരോ കോപ്പി മതി. അതിനകത്ത് നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് എടുത്തതിനകത്ത് തന്നെ നമ്മളുടെ ഫോട്ടോയും നമ്മളുടെ സിഗ്നേച്ചറും ബാർകോഡും ഉണ്ടെന്ന് ഉറപ്പാക്കണം. നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതതിനകത്ത് ഓൾറെഡി പ്രിൻ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഏറ്റവും ടോപ്പ് ഭാഗത്ത് അതെ, ഫോട്ടോയും സിഗ്നേച്ചറും ബാർകോഡും ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഏറ്റവും താഴെ വരുന്ന ഭാഗത്ത് ഇടത്ത് സൈഡിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ചെറിയ ഫോട്ടോ, കുഞ്ഞ് സ്റ്റാമ്പ് സൈസൊന്നുമല്ല, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. ആയിക്കോട്ടെ, അത് മറഞ്ഞു പോയിക്കോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ബോക്സിനകത്ത് നിൽക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുന്നു. നടുക്കത്തെ കോളത്തിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അത് നീല വേണം അങ്ങനെയൊന്നുമില്ല. സ്റ്റാമ്പ് പാഡ് ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇട്ടുകൊണ്ട് പോവുക. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ സിഗ്നേച്ചറാണ്, ഏറ്റവും താഴ്ഭാഗത്ത് മൂന്നാമത്തെ കോളത്തിൽ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇടരുത്. എക്സാം സെൻറ്ററിൽ ചെന്നിട്ട് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ ആ സൈൻ ചെയ്യാവുള്ളൂ. അപ്പം ആദ്യത്തെ പേജ് റെഡിയായി. ഓൾറെഡി നമ്മുടെ ഫോട്ടോ ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്, ബാർകോഡ് മുകളിൽ പ്രിൻ്റഡ് ആണ്, താഴെ ഭാഗത്ത് ഫോട്ടോ ഒട്ടിക്കുന്നു, നടുക്ക് തമ്പ് ഇംപ്രഷൻ വെക്കുന്നു. അത്രയേ ഉള്ളൂ ഒന്നാമത്തെ പേജ്. രണ്ടാമത്തെ പേജ് നമുക്ക് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, വലിയ ഫോട്ടോ ഒട്ടിക്കാനുള്ളതാണ് രണ്ടാമത്തെ പേജ്. അത് ആ ബോക്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിൻ്റെ വലിപ്പമൊന്നും അങ്ങനെയൊന്നും നോക്കണ്ട, പോസ്റ്റ് കാർഡ് സൈസിലുള്ളൊരു ഫോട്ടോ. അത് നമ്മൾ ആളെ തിരിച്ചറിയുക എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. രണ്ടാമത്തെ പേജിൽ ഫോട്ടോ ഒട്ടിക്കുന്നു. ഈ 2 പേജാണ് നമ്മൾ അഡ്മിറ്റ് കാർഡായിട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു വാലിഡ് ID പ്രൂഫാണ്. നമ്മുടെ ഫോട്ടോ നോക്കി നമ്മൾ ആളെ തിരിച്ചറിയാനായിട്ടുള്ള വാലിഡ് ID പ്രൂഫ്, ആധാർ, ആധാർ, പാൻ കാർഡ്, ലൈസൻസ്, പാസ്പോർട്ട്, +2ൻ്റെ ഹോൾ ടിക്കറ്റ്, അങ്ങനെ ആളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇത്. അതിനകത്ത് അഡ്രസ്സ് ഒന്നും നോക്കില്ല, പേരും ഫോട്ടോയും മാത്രമേ നോക്കുകയുള്ളൂ, ആളെ തിരിച്ചറിയുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ അതും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇത് രണ്ടും. പിന്നെ വേണ്ടത് നമ്മൾ അവിടെ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ വേണം. അപ്പോൾ നമ്മൾ അവിടെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്, അതുകൂടാതെ ഒരു ഫോട്ടോയും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത്രയും സമയം നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്നതല്ലേ, നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലും. ഇത്രയും മാത്രമേ നമ്മൾ കൊണ്ടുകൊണ്ടുള്ളൂ. പേന നമുക്ക് എക്സാം സെൻറ്ററിൽ നിന്ന് തരും. വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു എക്സാം ആയിരിക്കും, ഏറ്റവും നല്ലൊരു എക്സാം ആയിരിക്കും. വളരെ ഈസി ടു മോഡറേറ്റിലുള്ളൊരു എക്സാം ആയിരിക്കും. മനുവിന് നമുക്കറിയാമല്ലോ, വ്യക്തമായിട്ട് എനിക്കറിയാം, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. ഏറ്റവും കാം ആകുക, അതാണ് ഏറ്റവും പ്രധാനം. 11:30 മുതൽ 2 മണി വരെയുള്ള സമയത്തിൽ നമ്മൾ ആ എക്സാം സെൻറ്റർ ഉപയോഗിക്കുമ്പം ഏറ്റവും നല്ല കാമായിട്ട് സന്തോഷത്തോടെ പരീക്ഷ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വിളിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഹായ് നീറ്റ് ആസ്പിരൻസ്, ഒരു ഡോക്ടർ എന്നുള്ള സ്വപ്നത്തിൻ്റെ യഥാർത്ഥ യാത്ര ഇന്നിവിടെ നമ്മൾ ആരംഭിക്കുന്നു. നമുക്കറിയാം, നീറ്റ് 2025 മെയ് 4-ാം തീയതി 2 മുതൽ 5 മണി വരെയാണ്. നീറ്റ് എക്സാം ഹാളിൻ്റെ യഥാർത്ഥ ഒരു പുനരാവിഷ്കരണമാണ് ഇന്ന് ബ്രില്യൻറ്റ് ടീം നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. കൃത്യം 11 മണിക്കാണ് എക്സാം സെൻറ്ററിന് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത് മുതൽ പരീക്ഷ കഴിയുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത്. ഒരു റിയൽ നീറ്റ് എക്സാം ഹാൾ കൃത്യം 11 മുതൽ 1:30 വരെയുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാം ഹാളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം, ഈ ഗേറ്റ് കടന്ന് പ്രവേശിക്കാം. നമുക്കറിയാം, ശാരീരികമായും മാനസികമായിട്ടും നാം ഏറ്റവും കരുത്ത് പ്രകടിപ്പിക്കേണ്ടതാണ് ഇന്ന് ഈ നീറ്റ് എക്സാമിൻ്റെ ദിവസം. അപ്പോൾ ഏതാണ്ട് 11 മണിയോടുകൂടി നമ്മൾ ഈ എക്സാം ഗേറ്റിനകത്തെത്തിയാൽ എക്സാം തീരുന്ന 5 മണി വരെ നമുക്ക് ആഹാര സാധനങ്ങളൊന്നും തന്നെ നമുക്ക് കഴിക്കാനാവില്ല. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ട് സ്റ്റുഡൻ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചോ ബനാനയോ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊണ്ടുപോകാം. അല്ലാത്തവർക്ക് വെള്ളം മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 11 മണിയോടുകൂടി തന്നെ ആവശ്യത്തിന് ആഹാരമൊക്കെ കഴിച്ച് വാഷ്റൂമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ലാസ്റ്റ് ഈ എക്സാം ഹാളിന് മുമ്പിൽ സാധാരണ ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഗേറ്റിങ്ങിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ ID പ്രൂഫും, നിങ്ങളുടെ ആധാർ കാർഡോ എന്താണോ ID പ്രൂഫ്, അതായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇതുള്ള ഈ ആധാർ കാർഡും അഡ്മിറ്റ് കാർഡും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ ഇതിനകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ.
11:30 നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ അകത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രിസ്കിങ്, നമ്മൾ മെറ്റൽ ഡിറ്റക്ടറിലൂടെ അകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ എക്സാം സെൻറ്ററിൽ നമ്മുടെ ബിലോങ്സ് സൂക്ഷിക്കാനുള്ള യാതൊരു സ്ഥലവുമില്ല. അപ്പം നമ്മൾ ആഭരണങ്ങളോ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും നമുക്ക് അകത്തോട്ട് കൊണ്ടുവരാനാവില്ല. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡ്രസ് കോഡ് നമ്മൾ പൂർണ്ണമായിട്ടും പാലിക്കണം. അങ്ങനെയാണ് നമ്മൾ എക്സാം സെൻറ്ററിന് അകത്തേക്ക് കിടക്കുന്നത്. ആദ്യം നമ്മൾ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു, അതിനുശേഷം നമ്മളെ ബയോമെട്രിക് വെരിഫൈ ചെയ്യുന്നു. ബയോമെട്രിക് വെരിഫൈ ചെയ്തതിന് ശേഷം ഓരോ കുട്ടികളുടെയും ഐറിസ് സ്കാനിങ് ആണ്, ഫോട്ടോ എടുക്കുന്നു. അപ്പം ഐറിസ് സ്കാനിങ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിറ്റ് കാർഡ് നോക്കിയിട്ട് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ആ സീറ്റിൽ നമുക്ക് 1:15 കൂടി നമുക്ക് ഇരിക്കാവുന്നതാണ്. ഇത് നീറ്റ് എക്സാമിൻ്റെ നമ്മളുടെ എക്സാം റൂം. ഇവിടെ നമുക്കറിയാം ഒരു ബെഞ്ചും ഒരു ഡെസ്കിലും 2 പേര് വെച്ചായിരിക്കും. 2 എൻഡിലും എല്ലാവർക്കും റോൾ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ട്. സമയം അറിയാനായിട്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന റോൾ നമ്പറുള്ള നമ്മുടെ സീറ്റിൽ മാത്രമേ നമ്മൾ ഇരിക്കാവുള്ളൂ. ഒരു കാരണവശാലും നമുക്ക് വെളിച്ചം കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ ഒരാൾ ആബ്സെൻ്റ് ആണെന്ന് വിചാരിച്ച് മറ്റൊരാളുടെ സീറ്റിൽ നമുക്ക് ഇരിക്കാൻ അനുവാദമില്ല. കാരണം ഈ റോൾ നമ്പർ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ഏതാണ്, OMR ഏതാണെന്നുള്ളത് അസൈൻ ചെയ്താണ് വരുന്നത്. സീരിയൽ നമ്പർ അസൈൻ ചെയ്താണ് വരുന്നത്. അപ്പം മറ്റൊരാളുടെ OMR ഷീറ്റോ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റോ നമുക്ക് ഉപയോഗിക്കാനുള്ള അവകാശമില്ല. അപ്പം സമയം 1:15. എല്ലാ കുട്ടികളും നമ്മൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആ റോൾ നമ്പർ അനുസരിച്ച് നമ്മൾ എക്സാം റൂമിൽ ഇരിക്കേണ്ടതാണ്. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ ആരെയും അകത്തേക്ക് കയറ്റി വിടുകയില്ല. സമയം 1:15 കൂടി ക്ലാസ് റൂമിൽ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന റോൾ നമ്പറിൽ ഓരോ വിദ്യാർത്ഥികളും ഇരിക്കുന്നതാണ്. സമയം കൃത്യം 1:30. നമ്മുടെ എക്സാം ഹാളിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്തു. എക്സാം ഹാളിൽ പ്രവേശിക്കേണ്ട സമയം അവസാനിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും നമ്മളുടെ റോൾ നമ്പർ അനുസരിച്ച് നമ്മൾ അതാത് സീറ്റുകളിൽ ഇരുന്നിട്ടുണ്ട്. നമുക്ക് 2 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ. അവർ 1:30 മുതൽ 1:45 വരെ ഈ എക്സാമിന് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം. 2 മുതൽ 5 മണി വരെയാണ് എക്സാം. ഏത് സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യണം, ഏത് സമയത്ത് OMR ചെയ്യണം, അറ്റൻഡ് ഷീറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം നമ്മളുടെ അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടെ തിരികെ കൊടുത്തിട്ടാണ് നമ്മൾ പോരുന്നത്. അപ്പം ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇൻവിജിലേറ്റേഴ്സ് കൃത്യമായിട്ട് പറയും. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഏറ്റവും പ്രധാനം നമ്മൾ കാം ആവുക എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഒരു പരീക്ഷയ്ക്ക് നാം തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും കാമാവാനും നമ്മൾ പഠിച്ചതിനെയെല്ലാം നമ്മൾ ആർജിച്ചിരിക്കുന്ന കഴിവുകൾക്കനുസരിച്ച് നമ്മുടെ മാക്സിമം സ്കോറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിനെ മൊത്തത്തിൽ ഏറ്റവും നമ്മൾ കാം ആൻഡ് ഡൗൺ ആക്കി ഏറ്റവും ശ്രദ്ധ കൊടുത്ത് സമാധാനത്തോടെ നമ്മൾ എക്സാം സെൻറ്ററിൽ ഇരിക്കുന്നു. ഇതിനു വേണ്ട എല്ലാ അന്തരീക്ഷവും സൃഷ്ടിക്കേണ്ടത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ക്ലോക്കിൽ നമുക്ക് സമയം കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സമയത്തിനനുസരിച്ച് 1:45 ഇതുപോലെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് പേന തരാതിരിക്കുക, അല്ലെങ്കിൽ 2 മണിക്ക് എക്സാം തുടങ്ങാതിരിക്കുക. അപ്പോൾ ഏത് കാര്യത്തിലും ഏറ്റവും കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് നേടിയെടുക്കാം. അതുകൊണ്ട് ഈ എക്സാം ഏറ്റവും നല്ല രീതിയിൽ നടത്തേണ്ടതും ഇതിനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതും നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ്. സമയത്തിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. 1:45 പ്ലാസ്റ്റിക് എൻവലപ്പ് അടങ്ങിയ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും പേനയും നമ്മളുടെ സീറ്റിൽ കിട്ടണം. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അത് 1:50 1:50 ഇൻവിജിലേറ്റേഴ്സ് പറയും. നമുക്ക് ആ പേന ഉപയോഗിച്ച് നമ്മുടെ പ്ലാസ്റ്റിക് എൻവലപ്പിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. അതിനകത്ത് നമ്മളുടെ പേര്, റോൾ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും നമുക്ക് എഴുതാം. 2 മണിക്ക് എക്സാം തുടങ്ങാനുള്ള ബെല്ലടിക്കും. കൃത്യം 2 മണിക്ക് നമുക്ക് എക്സാം തുടങ്ങാം. Attention students, now the time is 1:50. പ്ലാസ്റ്റിക് എൻവലപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക. എല്ലാവർക്കും നിങ്ങളുടെ പേരും ബാക്കി ഡീറ്റെയിൽസും ഫില്ല് ചെയ്യാം. മേക്ക് ഷുവർ ഓഫ് വൺ തിങ്, ആരും OMR ഒന്നും ഇപ്പോൾ വെളിയിൽ എടുക്കരുത്. അതിന് നമുക്ക് സമയമുണ്ട്. അറ്റൻഷൻ സ്റ്റുഡൻസ്, എല്ലാവരും OMR വെളിയിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ പേജും പ്രിന്റഡ് എന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ കൂടെ തന്നെ
180 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, എത്രയും പെട്ടെന്ന് എല്ലാവരും പേരും അതുപോലെ തന്നെ റോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ബബിൾ ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് എക്സാമിനേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. Attention students, it's 2 o'clock. You can start your exam. നമ്മുടെ എക്സാമിനേഷൻ സമയം 5 മണി വരെയാണ്. സോ ഓരോ 1 മണിക്കൂറിലും നമ്മൾക്കൊരു ബെല്ലുണ്ടായിരിക്കുന്നതാണ്. 3 മണി, അതുപോലെ തന്നെ 4 മണി, പിന്നെ 5 മണി. ലിസൺ ചെയ്യുക സ്റ്റുഡൻസ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനം നമ്മൾക്ക് റഫ് വർക്ക് ചെയ്യാനുള്ളതായ സ്പേസ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക. അത് ദയവ് ചെയ്ത് കീറിയെടുക്കാതിരിക്കുക. നീറ്റ് എക്സാം ആരംഭിച്ച 2 മണി മുതൽ എക്സാം അവസാനിക്കുന്ന 5 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇൻവിജിലേറ്റേഴ്സ് 2 അതിലധികമോ പ്രാവശ്യം ഓരോ കുട്ടികളുടെയും അടുത്ത് എത്തിയിരിക്കും. അറ്റൻഡ് ഷീറ്റിലെ ഫോട്ടോ ഒട്ടിക്കുന്നു, സൈൻ ചെയ്യുന്നു, തമ്പ് ഇംപ്രഷൻ വെക്കുന്നു, അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും ID പ്രൂഫും പരിശോധിക്കുന്നു, നമ്മളുടെ എക്സാമിൻ്റെ ടൈം അതിനകത്ത് നോട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് അവർ വരുമ്പോൾ നമ്മളുടെ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ അവരുമായിട്ട് സഹകരിക്കേണ്ടതാണ്. അത് അവരുടെ എക്സാം ഡ്യൂട്ടിയിൽ ഉൾപ്പെട്ടതാണ്. Attention students, it's 4:55. 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. സോ എല്ലാവരും ചെയ്യാനുള്ളതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യുക. കൃത്യം 5 മണിക്ക് ഞാൻ OMR തിരിച്ചു വാങ്ങിക്കുന്നതായിരിക്കും. It's 5 o'clock. Keep your pen down. Time up. Listen everyone, OMR 2 ഷീറ്റാണ്. സോ ആരും അത് വേർപ്പെടുത്തരുത്. നമ്മുടെ ബുക്ക്ലെറ്റ് എല്ലാവരും വീട്ടിൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് എല്ലാവരും ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. എല്ലാവർക്കും നീറ്റ് എക്സാം നന്നായി എഴുതാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴേ ഉണ്ടായിരിക്കണം. മാസങ്ങളുടെ പ്രയത്നവും ഉറക്കമില്ലാത്ത രാത്രികളും നിങ്ങളുടെ കഷ്ടപ്പാടുമെല്ലാം പരീക്ഷയുടെ രൂപത്തിൽ മുന്നിൽ തെളിയുന്ന നിമിഷമാണ് മെയ് 4-ാം തീയതിയിലെ എക്സാം. അന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാന കാര്യം നിങ്ങൾ ആ പരീക്ഷ എഴുതി എന്നത് തന്നെയാണ്. നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുത്തു. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു. പരീക്ഷയുടെ കാഠിന്യം എങ്ങനെയുള്ളതായിരുന്നു എന്നതിനുപരി നിങ്ങളതിനെ ധൈര്യപൂർവ്വം അഭിമുഖീകരിച്ചു എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളുമായി നിങ്ങളുടെ കുടുംബവും സുഹൃത്തുക്കളും ബ്രില്യൻ ഫാമിലിയും എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്. ശാന്തമായി ചോദ്യങ്ങൾ വായിക്കുക. നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുക. സമയം ശ്രദ്ധിച്ചുപയോഗിക്കുക. തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ബെർലിനിനൊപ്പമുള്ള നിങ്ങളുടെ ആത്മാർത്ഥ പരിശ്രമം വെറുതെ ആവില്ല. മെയ് 4-ലെ എക്സാമിൽ ബെർലിനിലെ എല്ലാ മക്കൾക്കും വിജയം നേടാൻ സാധിക്കും എന്ന ശുഭവിശ്വാസത്തോടെ ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.